അപ്പൊ മോന് സർക്കാർ ജോലി അല്ലേ? അല്ലല്ലോ, ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സർക്കാർ ജോലി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. മോക്ക് സർക്കാർ ജോലിക്കാരെ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്ന് ഞാൻ രമേശിനോട് പറഞ്ഞിട്ടുള്ളതാ. അവൾക്കും സർക്കാർ ജോലിക്കാരെ തന്നെയാ താല്പര്യം. നിങ്ങൾക്ക് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരുമാതിരി വിളിച്ചു വരുത്തി നാണം കെടുത്തി പോലായിപ്പോയി. നേരത്തെ പറയാറുന്നു. ശരി, ഞങ്ങൾ ഇറങ്ങുക. എന്റെ ബാലേട്ട, ഇത് എന്തോന്ന് വാശിയാ. സർക്കാർ ജോലി ഇല്ലേലും ആ ചെറുക്കൻ നല്ല സെറ്റപ്പാ. മോളെ കെട്ടുകഴിഞ്ഞാൽ ദുബായിക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തോന്ന് കേൾപ്പ്. അതൊക്കെ എത്ര കാലം കാണും. സർക്കാർ ജോലിക്കാരനാണ്. നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കാം. അവന് ജീവിതാവസാനം വരെ പെൻഷൻ ഉണ്ടായിരിക്കും. സുഖമായിട്ട് ജീവിക്കാം. നാട്ടിലൊരു വിലയൊക്കെ ഉണ്ടാവും. സർക്കാർ ജോലിക്കാരനല്ലാത്ത ഒരാളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു പോയേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അതും മുടങ്ങി അല്ലേ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ജോലിക്കൊരു ഉറപ്പും ഇല്ലാത്ത അയാൾക്ക് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കണോ? അമ്മയ്ക്ക് എന്നാ വട്ടുണ്ടോ? ഈ ഗൾഫുകാരെയൊക്കെ കിട്ടിയ എന്ത് ജീവിതം. ഒന്നെങ്കിൽ നാടും വീടും വിട്ട് നമ്മൾ പോകണം, അല്ലെങ്കിൽ അവര് ഗൾഫിൽ, ഞാൻ നാട്ടിൽ നിൽക്കണം. ഇതിപ്പോ ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ സുഖജീവിതം, ഒരുമിച്ച് നാട്ടിൽ കഴിയാം, അച്ഛനെയും അമ്മയും പോലെ. പാലേട്ടാ, ഇത്തവണ പയ്യൻ സർക്കാർ ജോലിക്കാരൻ തന്നെയാണ്. വിജിലൻസിലാണ്. നല്ല ചുറ്റുപാട്, നല്ല ശമ്പളം. നടന്ന മോളുടെ ഭാഗ്യം. അതുകൊള്ളാം. നീ ഒടുക്കം പറ്റിയത് തന്നെ കൊണ്ടുവന്നുണ്ടോ? വിജിലൻസിലൊക്കെ ആകുമ്പോൾ ഒരു ഗമയൊക്കെ ഉണ്ട്. അവരെന്നാ മോളെ കാണാൻ വരുന്നത്? എന്തെങ്കിലും പറഞ്ഞോ? നാളെ ഞായറാഴ്ചയല്ലേ, നാളെ തന്നെ വരാൻ പറയാൻ പാലേട്ടാ. ലേറ്റ് ആക്കണ്ട. വരൂ, കയറിയിരിക്കും. ദേ ഇതാണ് പയ്യൻ. പേര് നീരജ്, വിജിലൻസ് ജോലി ചെയ്യുന്നു. ബാലേട്ടന്റെ ഒറ്റ മോള ഉമ്മ. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിരമിച്ച ആളാ ബാലേട്ടൻ. സർക്കാർ ജോലിക്കാരനെ കൊണ്ട് മാത്രമേ മോളെ കെട്ടിക്കുന്നുള്ള ഒറ്റ വാശിയിലായിരുന്നു. അതെന്താ, സർക്കാർ ജോലി ഇല്ലാത്ത ഒരു മോശക്കാരാണോ? അതുമോനെ, സർക്കാർ ജോലി എന്ന് പറയുന്നത് ഒരു അന്തസ്സല്ലേ. ഇവിടെ തന്നെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് എന്നോട് എന്തൊരു ബഹുമാനമാണ്. അതൊക്കെ ഞാൻ സർക്കാർ ജോലിയിൽ ഒരു നല്ല പോസ്റ്റിൽ നിന്ന് വിരമിച്ചതുകൊണ്ടാണ്. എനിക്ക് ചുറ്റുപാടൊന്നും പ്രശ്നമില്ല. നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ മതി. അത്യാവശ്യം സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ള ഒരാള്. സ്ത്രീധനം പോലും ഞാൻ ആവശ്യപ്പെടില്ല. അച്ഛനമ്മമാർ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ധനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു നല്ല കുടുംബിനിയാകാനുള്ള കാര്യപ്രാപ്തിയൊക്കെ ഉണ്ട്. അങ്ങനെയാ ബാലേട്ടനും ശ്രീദേവിച്ചിയും ഉമയെ വളർത്തിയത്. അതെ അതെ, അതൊക്കെ അവൾ ചെയ്തോളൂ. എന്നാ കുട്ടിയെ വിളിക്കാം. ഉമ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നു. ജോബ് ഒന്നും നോക്കിയില്ലേ താന്? ഇപ്പൊ പെൺകുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ജോലി ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, താൻ ഏതുവരെ പഠിച്ചു? പിന്നെ പഠിത്തത്തിലൊക്കെ എന്താ മോനെ കാര്യം? ദോഷം പറയരുതല്ലോ. +2 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്മയെ സഹായിച്ച് അടുക്കളയിലങ്ങ് കൂടി. അതുകൊണ്ട് എന്താ, ആളിപ്പം നല്ല ഒന്നാമതൊരു കുടുംബിനിയാ. +2? അത്രേ ഉള്ളോ? അത് മോനെ, അവൻ ഇച്ചിരി ഉഴപ്പായിരുന്നു. +2 എഴുതിയപ്പം 2 വിഷയം കിട്ടിയില്ല, അതോടെ നിർത്തി. ഇനിയാണേലും എഴുതി എടുക്കാലോ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനൊന്നും പറഞ്ഞില്ല. ഞാൻ രമേശനെ അറിയിക്കാം. എടോ, അവര് വലുതും പറഞ്ഞോ? ഇത് നടക്കില്ല ബാലേട്ടാ. അവർക്ക് പെണ്ണിനെയൊക്കെ ഇഷ്ടമായി. പക്ഷെ അച്ഛൻ ആലപ്പുറത്തിരുന്നതിന്റെ താഴ്മ്പം മോക്കുണ്ടാവില്ലെന്നാ അവര് പറയുന്നത്. നന്നായി. ഇത് തന്നെ ഞാനും കുറെ നാളായിട്ട് പറയുന്നത്. എത്ര ആലോചനകളാ സർക്കാർ ജോലി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും മോളും വേണ്ടെന്ന് വെച്ചത്. ഒരു +2 തോറ്റവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആലോചിക്കുന്നതെന്നുള്ള ഒരു ബോധം വേണ്ടേ? ഇപ്പൊ ഏതായാലും നാണം കെട്ടപ്പോ സമാധാനമായല്ലോ. ചേച്ചി പറഞ്ഞ സത്യ. നമ്മൾ ഓരോ ഡിമാൻഡുകൾ വെക്കുമ്പോൾ നമ്മുടെ പരിമിതികളും കൂടെ നമ്മൾ ഓർക്കണം. ബാലേട്ടാ, എന്റെ കയ്യിലെ സ്റ്റോക്കൊക്കെ തീർന്നു. ഇനി പുതിയ വല്ല ആലോചന വരുവാണെങ്കിൽ പറയാം.